നമസ്കാരം. ഒരു മണ്ഡലത്തെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ വെറുതെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ നോക്കിയാൽ മതിയോ? പോരാ. ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവരുടെ ആശങ്കകളും പ്രതീക്ഷകളും എന്താണെന്നറിയണം. ഇന്ന് നമ്മൾ കോട്ടയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടുത്തെ ഡാറ്റയും ജനങ്ങളുടെ ശബ്ദവും ഒരുമിച്ച് ചേർത്തുവെച്ച് നല്ല ഭരണത്തിലുള്ള ഒരു വഴി എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോട്ടയം വെറുമൊരു പേരല്ല, അതിന് അതിന്റേതായൊരു വ്യക്തിത്വമുണ്ട്. ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകതയും സാമൂഹികമായ കെട്ടുപാടുകളുമാണ് ആ രാഷ്ട്രീയത്തെ ഓരോ നിമിഷവും രൂപപ്പെടുത്തുന്നത്. നമുക്കതിലേക്കൊന്ന് ആഴത്തിൽ നോക്കാം. അപ്പോ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ജനങ്ങളെ കേൾക്കണം എന്നത്. എന്താണിതിന്റെ യഥാർത്ഥ അർത്ഥം? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കേൾക്കേണ്ട ഒന്നാണോ അത്? അല്ല. 5 വർഷവും തുടർച്ചയായി നടക്കേണ്ട ഒരു സംഭാഷണമാണത്. ഈയൊരു ചോദ്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതിന്റെ കാതൽ. നമ്മുടെ ഈ ഒരു വിശകലനം അത് 5 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം കോട്ടയത്തിന്റെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ വോട്ടർമാർ എന്ത് വിധിയെഴുതിയെന്ന് നോക്കും. അവരുടെ വികാരങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിനുശേഷം മുന്നോട്ടു പോകാനുള്ള തന്ത്രപരമായ വഴികൾ ഏതൊക്കെയാണ്? ഒടുവിൽ നല്ല ഭരണത്തിനുള്ള ഒരു രൂപരേഖ. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് കോട്ടയത്തിന്റെ ആത്മാവ്? ഇവിടത്തെ ജനങ്ങളെയും ഈ നാടിനെയും ശരിക്കും എന്താണ് വ്യത്യസ്തമാക്കുന്നത്? കോട്ടയത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ ആദ്യം ഈ കണക്കുകൾ നോക്കണം. ഇത് വെറും നമ്പറുകളല്ല, ഇവിടുത്തെ സാമൂഹിക ഘടനയാണ്. ഏകദേശം 50% ഹിന്ദുക്കൾ, 44% ക്രിസ്ത്യാനികൾ, പിന്നെ 6% മുസ്ലിംകൾ. പ്രത്യേകിച്ച് ഹിന്ദു, സുറിയാനി ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഇവിടെ വളരെ നിർണായകമാണ്. ഈയൊരു സന്തുലിതാവസ്ഥ കാരണം കോട്ടയത്തെ തിരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുക എന്നത് എപ്പോഴും ഒരു വലിയ വെല്ലുവിളിയാണ്. ഇനി കോട്ടയത്തിന്റെ ഭൂമിശാസ്ത്രം നോക്കിയാലോ? കടൽ തീരമില്ലാത്ത നഗരവും ഗ്രാമവും ഇടകലർന്നു കിടക്കുന്ന ഒരു പ്രദേശം. പക്ഷെ ഈ മണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ശുദ്ധമായ കുടിവെള്ളം, നല്ല റോഡുകൾ, പിന്നെ ചെറുപ്പക്കാർക്ക് ജോലി. ഇവയാണ് ഇവിടുത്തെ പ്രധാന വികസന പ്രശ്നങ്ങൾ. അതോടൊപ്പം കർഷകരുടെ ദുരിതങ്ങളും, വിളനാശം മുതൽ ജലസേചനത്തിന്റെ കുറവ് വരെ. ഇവയൊന്നും വെറും പരാതികളല്ല, ഓരോ ദിവസവും ആളുകൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഓക്കെ, അപ്പോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. ഇനി അവർ ബാലറ്റ് പെട്ടിയിലൂടെ എന്ത് മറുപടിയാണ് കൊടുത്തതെന്ന് നോക്കാം. സംഖ്യകൾക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. വോട്ടർമാർ നൽകിയ ആ സന്ദേശം എന്താണ്? 75.6%. ഇതൊരു ചെറിയ സംഖ്യയല്ല. 2021 വോട്ടിംഗ് ശതമാനമാണ്. ഇതിനർത്ഥം കോട്ടയത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി ഇടപെടുന്നവരാണ് എന്നാണ്. അവർക്ക് പറയാനുള്ളത് അവർ കൃത്യമായി പറയും, ബാലറ്റ് പേപ്പറിലൂടെ. ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നീലനിറത്തില് UDF, ചുവപ്പില് LDF. വർഷങ്ങളായി UDFന് ഒരു മുൻതൂക്കം കാണാമെങ്കിലും 2021 LDF ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്, അല്ലേ? ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. കോട്ടയത്ത് ആർക്കും സ്ഥിരമായ ഒരു ആധിപത്യം അവകാശപ്പെടാനാവില്ല. വോട്ടർമാരുടെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെയാണ് കളി. 2 പ്രധാന മുന്നണികൾക്കും അവരുടേതായ ശക്തികേന്ദ്രങ്ങളുണ്ട്. UDFന്റെ ശക്തി പ്രധാനമായും സുറിയാനി ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും നഗരപ്രദേശങ്ങളിലെ മധ്യവർഗത്തിലുമാണ്. ഒരു മുതിർന്ന നേതാവുണ്ടെന്നതും അവർക്ക് ഗുണകരമാണ്. എന്നാൽ മറുഭാഗത്ത് LDFന്റെ അടിത്തറ തൊഴിലാളി സംഘടനകളും സർക്കാർ ജീവനക്കാരുമാണ്. അവരുടെ കാഡർ സംവിധാനവും വളരെ ശക്തമാണ്. തിരഞ്ഞെടുപ്പ് ഫലം നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുതരും. പക്ഷേ നമ്മൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ്. വോട്ടർമാരുടെ ആ തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. ഉത്തരവാദിത്വത്തോടെ പൊതുസമൂഹത്തിൽ സംസാരിക്കണമെങ്കിൽ ഈ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ചുള്ള അറിവ് വളരെ പ്രധാനമാണ്. അത് നമ്മുടെ ഭരണഘടന മുന്നോട്ടുവെക്കുന്ന ഒരു മൂല്യം കൂടിയാണ്. ഈയൊരു വാചകം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വോട്ടർമാർക്ക് ഇപ്പോൾ വേണ്ടത് സൗജന്യങ്ങളല്ല, വളർച്ചയും അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. ഇതിനർത്ഥം ക്ഷേമ പദ്ധതികൾ വേണ്ട എന്നല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ജനങ്ങൾ സുസ്ഥിരമായൊരു ഭാവിയാണ് ആഗ്രഹിക്കുന്നത്. നല്ല ജോലികൾ, നല്ല റോഡുകൾ, നല്ല ജീവിത സാഹചര്യം. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് കാണരുത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കോട്ടയം ടൗണിലെ പകുതിയോളം വീടുകളില് 2020 വെള്ളപ്പൊക്കത്തിനു ശേഷം സ്വന്തം കിണറ്റിലെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ശുദ്ധജലം എന്നത് ഏറ്റവും അടിസ്ഥാനപരമായൊരാവശ്യമാണ്. അതിനൊരു ഭീഷണി വരുമ്പോ അത് ജനങ്ങളെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. അതവരുടെ വോട്ടിനെ സ്വാധീനിക്കും. ഏകദേശം 30%. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മയുടെ ഞെട്ടിക്കുന്ന കണക്കാണിത്. ഗൾഫിൽ നിന്ന് മടങ്ങിവന്നവരുടെ കാര്യവും കഷ്ടമാണ്. പഠിപ്പും വിവരവുമുള്ള ഈ ചെറുപ്പക്കാർ അവരെന്തു ചെയ്യും?
ഈ ചോദ്യത്തിനുള്ളൊരുത്തരമാണ് അവർ ഓരോ തെരഞ്ഞെടുപ്പിലും തേടുന്നത്. കോട്ടയത്തെ പ്രശ്നങ്ങൾക്കൊരു ഹീറ്റ് മാപ്പ് ഉണ്ടാക്കിയാൽ അതിങ്ങനെയിരിക്കും. നഗരത്തിൽ നോക്കിയാൽ പണിതീരാത്ത സ്കൈവാക്ക്, ട്രാഫിക് ബ്ലോക്ക്. ഗ്രാമങ്ങളിലേക്ക് പോയാലോ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, എപ്പോൾ വേണമെങ്കിലും പോകുന്ന കറണ്ട്. ഇനി അതിർത്തി പ്രദേശങ്ങളിലാണെങ്കിലോ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ ഓരോന്നാണ്. ശരി, പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി എന്തു ചെയ്യും? ഈ സാഹചര്യത്തെ എങ്ങനെയാണ് തന്ത്രപരമായി നേരിടേണ്ടത്? ഇവിടെയാണ് ചതുർമുഖ സിദ്ധാന്തം എന്നു പറയുന്ന ഒരു സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് വരുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഒരു വഴികാട്ടിയാണിത്. 4 മുഖങ്ങൾ, 4 വഴികൾ. 1. ശിവനെപ്പോലെ ആക്രമണോത്സുകമായി എതിരാളിയുടെ വീഴ്ചകളെ തുറന്നുകാട്ടുക. 2. വിഷ്ണുവിനെപ്പോലെ സ്ഥിരതയും സമാധാനവും ഉറപ്പുവരുത്തുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണം കാഴ്ചവെക്കുക. 3. ബ്രഹ്മാവിനെപ്പോലെ പുതിയ ആശയങ്ങളും പുതിയ വികസന കാഴ്ചപ്പാടുകളും മുന്നോട്ടുവെക്കുക. 4. ദുർഗയെപ്പോലെ ദുർബലരെയും ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുന്നൊരു ശക്തിയായി നിലകൊള്ളുക. സാഹചര്യമനുസരിച്ച് ഈ തന്ത്രങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നതാണ് പ്രധാനം. തിയറി മാത്രം പോരല്ലോ, പ്രാക്ടിക്കൽ ആക്ഷൻ വേണ്ടേ? അപ്പോ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജിയെ പ്രവർത്തനമാക്കി മാറ്റുന്നത്? നമ്മൾ കണ്ടെത്തിയ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റിലേക്ക് നമുക്ക് കടക്കാം. ഇതാ 3 കാര്യങ്ങൾ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, ജനങ്ങൾക്ക് നേരിട്ട് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ. 1. സ്കൈവാക്ക് 2.0. നിലച്ചുപോയ ആ പദ്ധതി വീണ്ടും തുടങ്ങുന്നത് ഭരണത്തിൽ വേഗതയുണ്ടെന്നൊരു സന്ദേശം നൽകും. 2. സുരക്ഷിത ജലം കോട്ടയം. കുടിവെള്ള പ്രശ്നം നേരിടുന്ന വാർഡുകളിൽ ഒരു പ്രത്യേക പദ്ധതി. 3. ഒരു സ്കിൽ ആൻഡ് സ്റ്റാർട്ടപ്പ് ഹബ്. യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയ്ക്കും ഗൾഫിൽ നിന്നും മടങ്ങിവന്നവർക്കും ഇതൊരു വലിയ ആശ്വാസമാകും. എല്ലാ പ്രശ്നങ്ങളും കോടികളുടെ പ്രൊജക്റ്റല്ല. ചിലപ്പോൾ ഒരു ഓട വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ ഒരു തെരുവുവിളക്ക് ശരിയാക്കുന്നത് മതിയാവും ഒരു നാട്ടുകാരുടെ വിശ്വാസം നേടാൻ. ഇതിനായി ഒരു പരാതി പരിഹാര ഡ്രൈവ് തുടങ്ങാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജനങ്ങളുടെ പരാതികൾ കേൾക്കുമ്പോൾ അവരുടെ സ്വകാര്യതയെയും വിവരങ്ങളെയും നമ്മൾ മാനിക്കണം. ഇന്ത്യയുടെ ഡേറ്റാ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ അനുസരിച്ച് അവരുടെ അനുവാദമില്ലാതെ ആ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. വിശ്വാസം കെട്ടിപ്പടുക്കുന്നത് ഇത്തരം ചെറിയ കാര്യങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മൾ അവസാനമെത്തുന്നത് ഈയൊരു ചോദ്യത്തിലാണ്. എന്താണ് യഥാർത്ഥ ലക്ഷ്യം? തെരഞ്ഞെടുപ്പ് ജയിച്ച അധികാരം പിടിക്കുക എന്നതാണോ, അതോ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നതാണോ? അധികാരം വരും, പോകും. പക്ഷേ ജനങ്ങൾ നൽകുന്ന വിശ്വാസം അത് നിലനിൽക്കും. യഥാർത്ഥ ഭരണം തുടങ്ങുന്നത് അവിടെ നിന്നാണ്, ജനങ്ങളുടെ വിശ്വാസം നേടുന്നിടത്ത് നിന്ന്. നിങ്ങൾക്ക് ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന വിലാസത്തിലോ 08042041602 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.